പഞ്ചാരക്കൊല്ലി പ്രദേശത്ത് കടുവ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ട സംഭവത്തിൽ കടുവയെ വെടിവെച്ചു കൊല്ലാൻ നിർദ്ദേശിച്ച് വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. അതേസമയം കടുവ ആക്രമണത്തിൽ മരിച്ച സ്ത്രീയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി 11 ലക്ഷം രൂപ നൽകാമെന്ന് മന്ത്രി ഒ.ആർ. കേളു. 5 ലക്ഷം രൂപ ഇന്ന് തന്നെ നൽകുമെന്ന് മന്ത്രി അറിയിച്ചു. പ്രദേശത്തെ ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് RRT സംഘത്തെ വിന്യസിക്കുമെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് രാവിലെ കാപ്പിക്കുരു പറിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം നടന്നത്. കഴുത്തിൽ പിടിമുറുക്കിയ കടുവ ഇവരെ 100 മീറ്ററോളം വലിച്ചിഴച്ചു. തലയുടെയും കഴുത്തിന്റെയും പിൻഭാഗം ഭക്ഷിച്ച നിലയിലായിരുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ദിവ്യക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി KSU വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന് കരാർ നൽകിയതിൽ ദുരൂഹതയുണ്ടെന്ന് ഷമാസ് ആരോപിച്ചു. ദിവ്യയുടെ ഭർത്താവ് സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിലും ഭൂമിരേഖയിൽ വരുമാനം കൃഷി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദിവ്യക്കെതിരെ വിജിലൻസിൽ പരാതി നൽകുമെന്നും ഷമാസ് പറഞ്ഞു. മാരമൺ കൺവെൻഷൻ വിവാദത്തിൽ പ്രതികരിച്ച KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗം PJ കുര്യൻ. VD സതീശനെ ഒഴിവാക്കാൻ താൻ ഇടപെട്ടിട്ടില്ലെന്ന് PJ കുര്യൻ പറഞ്ഞു. തന്റെ പേര് അനാവശ്യമായി വലിച്ചിഴക്കുകയാണ്. സഭാംഗമാണെങ്കിലും ഇതുവരെ കൺവെൻഷന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്നും PJ കുര്യൻ വ്യക്തമാക്കി. സംഭവിച്ചത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് മാർത്തോമ മെത്രാപ്പൊലീത്ത പറഞ്ഞിട്ടുണ്ടെന്നും കുര്യൻ ചൂണ്ടിക്കാട്ടി. കടിഞ്ഞാക്കുളത്ത് വീടിനുള്ളിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ജോൺസൺ ഔസേപ്പിന്റെ മൊഴിവിവരങ്ങൾ പുറത്ത്. ലൈംഗിക ബന്ധത്തിനിടെയാണ് യുവതിയെ കുത്തിക്കൊന്നത് എന്ന് പ്രതിയുടെ മൊഴിയിൽ പറയുന്നു. കൊലപാതകത്തിന് ശേഷം യുവതിയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ചാണ് പ്രതി സ്ഥലത്ത് നിന്ന് കടന്നുകളഞ്ഞത്. തന്നെ ഒഴിവാക്കുന്നതായി തോന്നിയതിനാലാണ് യുവതിയെ കൊന്നതെന്നും ജോൺസൺ ഔസേപ്പ് മൊഴി നൽകിയതായും പോലീസ് പറയുന്നു. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടാനയെ മയക്കുവെടി വെച്ച് നിയന്ത്രണത്തിലാക്കി. കാട്ടാനയ്ക്ക് ചികിത്സ നൽകുന്നതിനായി ദൗത്യസംഘം 4 റൗണ്ടാണ് മയക്കുവെടി വെച്ചത്. ആനയുടെ പിൻകാലിലാണ് മയക്കുവെടി ഏറ്റത്. വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലായ കാട്ടാനയ്ക്ക് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ ചികിത്സ തുടങ്ങി. പൊതുമധ്യത്തിൽ അപമാനിച്ചുവെന്ന് നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസിന്റെ പരാതിയിൽ സംവിധായകൻ B ഉണ്ണികൃഷ്ണനെതിരെ പോലീസ് കേസെടുത്തു. നിർമ്മാതാവ് ആൻഡോ ജോസഫാണ് കേസിൽ 2ാം പ്രതി. ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി നൽകിയതിന്റെ പേരിൽ B ഉണ്ണികൃഷ്ണൻ വൈരാഗ്യ നടപടിയെടുത്തുവെന്നും സിനിമയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയെന്നും സാന്ദ്രയുടെ പരാതിയിലുണ്ട്. ബാബ രാംദേവിന്റെ പതഞ്ജലി ഫുഡ് ലിമിറ്റഡ് പുറത്തിറക്കിയ മുളകുപൊടി വിപണിയിൽ നിന്ന് പിൻവലിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നിർദ്ദേശം. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരമുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഒരു പ്രത്യേക ബാച്ചിലെ മുളകുപൊടി വിപണിയിൽ നിന്ന് പൂർണ്ണമായും പിൻവലിക്കാനാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നിർദ്ദേശം. ICC പ്രഖ്യാപിച്ച കഴിഞ്ഞ വർഷത്തെ ഏകദിന ടീമിൽ ഒരൊറ്റ ഇന്ത്യക്കാരനും ഇടം പിടിച്ചില്ല. 2024 മികച്ച പ്രകടനം നടത്തിയ 11 താരങ്ങളെ ഉൾപ്പെടുത്തിയാണ് ടീം പ്രഖ്യാപിച്ചത്. ശ്രീലങ്കൻ താരം ചിരത് അസ്ലങ്കയാണ് ക്യാപ്റ്റൻ. പട്ടികയിൽ 4 പേർ ശ്രീലങ്കയിൽ നിന്നുള്ളവരാണ്. പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും 3 പേർ വീതവും വെസ്റ്റ് ഇൻഡീസിൽ നിന്ന് ഒരു കളിക്കാരനും ടീമിൽ ഇടം പിടിച്ചു. 2024 50 ഓവർ ഫോർമാറ്റിൽ ഇന്ത്യൻ പുരുഷ ഏകദിന ടീം കുറഞ്ഞ മത്സരങ്ങൾ മാത്രമാണ് കളിച്ചത്. ഈ മത്സരങ്ങളിലെ മോശം പ്രകടനമാണ് ഈ ദയനീയ സ്ഥിതിക്ക് കാരണമായത്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 നിന്ന് 9 ആക്കി കുറയ്ക്കുന്ന നിയമ ഭേദഗതിക്ക് ഇറാഖ് പാർലമെന്റിന്റെ അംഗീകാരം. കുടുംബപരമായ കാര്യങ്ങളിൽ ഇസ്ലാമിക കോടതിക്ക് കൂടുതൽ അംഗീകാരം നൽകുന്നതാണ് ഭേദഗതി. വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം എന്നിവയിൽ ഇസ്ലാമിക കോടതികൾക്ക് കൂടുതൽ അധികാരം ഈ ഭേദഗതിയോടെ പ്രാവർത്തികമാകും. കഴിഞ്ഞ വർഷം പകുതിയോടെയാണ് വിവാഹപ്രായം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ല് കൊണ്ടുവന്നത്.